എൻ്റെ അച്ഛൻ 1988 മരിച്ചു. അപ്പോൾ അന്ന് മോന് 4 വയസ്സാണ്. അപ്പോൾ ഇവരന്ന് അഗർത്തലയിലാണ്. അഗർത്തലയിൽ നിന്ന് ഇവർ ഇവിടെ വീട്ടിലെത്തി. ആ ഒരു സംഭവം അഗർത്തലയിൽ ഞാൻ എൻ്റെ സിയോൻ്റെ ഭാര്യ ഞങ്ങൾ വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അവരെല്ലാവരും ഒരു സ്ഥലത്താണ്. ഒരു ദിവസം ഉച്ചയ്ക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു ടെമ്പററി അക്കോമഡേഷനാണ്, പെർമനൻ്റ് അല്ല. ചെറിയ ചെറിയ വീടുകൾ, നമുക്ക് അത്യാവശ്യം താമസിക്കാനുള്ളൊരു സൗകര്യമുള്ളൂ. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഇന്നരയ്ക്ക് വീട്ടിൽ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു ഇന്നരയുടെ ഫാദറിലും അങ്ങനെ മരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു നോക്കി, ഇന്നരയുടെ അച്ഛൻ മരിക്കുകയാണെങ്കിൽ ഇന്നരയ്ക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഫാദറിലും ആയതുകൊണ്ട് ഇന്നര പോയേ പറ്റൂ. കാരണം അച്ഛൻ മരിച്ചിട്ട് പോയില്ലെങ്കിൽ ആരും ഒന്നും വിചാരിക്കില്ല. ഫാദറിലും ആയതുകൊണ്ട് ഇന്നര പോകണം. അപ്പം ഞാൻ അങ്ങനെ മേപ്പെട്ട് നോക്കി എങ്ങനെ പോകും നമ്മൾ അവിടുന്ന്. പിന്നെ ഫ്ലൈറ്റ്, പിന്നെ ബോട്ട്, പിന്നെ ട്രെയിൻ, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്. അത്രയും കഴിഞ്ഞിട്ട് വേണം, 4 ദിവസം എടുക്കും. അത്രയും കഴിഞ്ഞിട്ട് വേണം നമുക്ക് വരാൻ. അപ്പോൾ അവരെൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ജവാനെ ഇവിടെ തിരുവനന്തപുരത്ത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. തിരുവനന്തപുരത്തുള്ള ഒരു ജവാന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇന്നരയ്ക്ക് മോനും ടിക്കറ്റ് ബുക്ക് ചെയ്തു. എയറിൻ്റെ ടിക്കറ്റും പൈസ, ഭക്ഷണം ഒക്കെ നമ്മുടെ കയ്യിൽ തന്നിട്ട് ഇങ്ങോട്ട് വിടുകയാണ്. ഇവിടെ വന്നപ്പോൾ ഇവർക്കൊക്കെ അതിശയമാണ്, 4 ദിവസം എടുത്ത് ഞാൻ ഇങ്ങോട്ട് വരാൻ. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആരും ചിന്തിക്കില്ലല്ലോ ഇത്രയും ദൂരം ഒരു ചെറിയ കുട്ടീനെയും പിടിച്ചിങ്ങോട്ട് വരണ്ടേ. അതെല്ലാ കാര്യവും അറേഞ്ച് ചെയ്ത് കയ്യിൽ ഭക്ഷണം തന്നിട്ടാണ് അവരെ വിട്ടത്.